നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം 85 നമ്പർ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പറവൂർ ഗവൺമെന്റ് ടൗൺ മോഡൽ LP സ്കൂളിൽ ആരംഭിച്ചു. നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം 85 നമ്പർ യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് പറവൂർ ഗവൺമെന്റ് ടൗൺ മോഡൽ LP സ്കൂളിൽ ആരംഭിച്ചു. സമന്വയം 2023 എന്ന നാമകരണം ചെയ്തിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. ഇതിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ മുൻനിർത്തി തെരുവ് നാടകങ്ങൾ സംഘടിപ്പിക്കും. സ്നേഹാരാമം, ഹരിതഗൃഹം പദ്ധതി, ജനകീയ അരങ്ങുകൾ, ഗ്രീൻ ക്യാൻവാസ്, പോൾ ബ്ലഡ് ആപ്പ് പരിചയപ്പെടുത്തൽ, സ്നേഹ സന്ദർശനം, തദ്ദേശീയം, ഹ്യൂമൻ ബുക്ക്, സമദർശൻ, ഭാരതീയം, സന്നദ്ധം, ഒപ്പം തനതുബോധന പരിപാടികൾ എന്നിവ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടക്കും. ക്യാമ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭിച്ച വിളംബര ജാഥ നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് KB സുഭാഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ മാനേജർ ഹരി വിജയൻ പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ ഗവൺമെന്റ് ടൗൺ മോഡൽ LP സ്കൂൾ SMC ചെയർപേഴ്സൺ സബിത നിഷാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ D രാജ്കുമാർ മുഖ്യാതിഥിയായിരുന്നു. SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. TCRA പ്രസിഡന്റ് ആഷിഖ് MK, പട്രാക് പ്രസിഡന്റ് രാജൻ S, സാഹിത്യകാരൻ പറവൂർ ബാബു, ഗവൺമെന്റ് ടൗൺ മോഡൽ LP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഡെൻസി ടീച്ചർ, SNV സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ്, SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ CK ബിജു, JHI ധന്യ ഇളയിടം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് ഗവൺമെൻറ് ടൗൺ മോഡൽ LPSൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ശ്രീ KB സുഭാഷ് സാറും അതുപോലെ തന്നെ പതാക ഉയർത്തി ഞങ്ങളുടെ സ്കൂളിലെ SNV സ്കൂളിലെ പ്രിൻസിപ്പാൾ പതാക ഉയർത്തി ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ക്യാമ്പിൽ പ്രധാനമായിട്ട് ഹരിത പ്രോട്ടോക്കോളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങളുമാണ് മെയിൻ അജണ്ട. ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഭൂമിക്ക് ഉപയോഗപ്രദമായിട്ട് ഭൂമിയെ കൈകാര്യം ചെയ്യാനും കൂടുതലായിട്ട് ചെടി വെച്ച് പിടിപ്പിക്കുവാനും പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കുവാനും ജൈവമായ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ അതുപോലെ തുണിസഞ്ചികൾ, തുണി കൊണ്ടുണ്ടാക്കിയ ചവിട്ടുകൾ തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്യാമ്പാണിത്. കുട്ടികളെ അതിനുവേണ്ടിയുള്ള പരിശീലനവും നൽകുന്നുണ്ട്. പോളാപ്പ് പോലെ എമർജൻസി സർവീസുകൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ജനങ്ങൾക്കും, ഈ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു ക്യാമ്പ് തന്നെയായിരിക്കും ഇത്. SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSൻ്റെ കീഴിൽ ഇന്നിവിടെ ഒരു സപ്തദിന ക്യാമ്പ് ആരംഭിക്കുകയാണ്. സമന്വയം എന്ന നാമധേയത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളിൽ സേവന തൽപരരായി വളർന്നു വരാനുള്ള വലിയൊരു വേദിയാണ് NSS. വർഷങ്ങളായി നമ്മുടെ സ്കൂളിൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടീച്ചർ ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്ത് വന്നപ്പോൾ ഇതിന് പുതിയൊരു മാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം കൊടുക്കുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. NSSൻ്റെ വോളണ്ടിയേഴ്സായിട്ട് വളർന്നു വരുന്നവർ എന്നും അവരുടെ കുടുംബത്തിലും അവരുടെ പ്രദേശത്തും ഉള്ള പാവപ്പെട്ടവർക്കൊരു താങ്ങും തണലുമായിട്ട് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മയക്കുമരുന്നിൻ്റെ പിടിയിലമർന്ന യുവജനങ്ങളെ അതിൽ നിന്നും വിമുക്തരാക്കി നല്ലൊരു പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുന്നതിനും നമ്മുടെ ഈ വോളണ്ടിയേഴ്സ് വലിയ രീതിയിലുള്ള കരുതലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ഏതാണ്ട് 2000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി വരുന്ന നമ്മുടെ ഈ NSS യൂണിറ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതിന് നേതൃത്വം നൽകുന്ന ഈ പ്രിൻസിപ്പൽ
ബിന്ദു ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർക്കും സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. നമ്മുടെ യൂണിറ്റ് കേരളത്തിലെ 1-ാം നമ്പർ യൂണിറ്റായി വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.